ഈസപ്പ ഇതുണ്ടല്ലേ, ഇതാണ് ആക്ച്വലി കല്ലങ്കോട് മാർക്കറ്റ് എന്ന് പറയുന്ന മാർക്കറ്റിൻ്റെ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ ബീച്ചല്ല, കല്ലങ്കോട് ബീച്ചിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് വ്യൂസും കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഓഫ് സീസണായിട്ട് ക്രൗഡ് കാര്യങ്ങളൊക്കെ കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷാക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം കുറവാണ്. സോ എന്നാലും ഒരു ഈവനിങ് ടൈം, ഏകദേശം ടൈം ഇപ്പോൾ ഒരു 4:30 ടൈമൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്രൗഡ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, മൊത്തം ക്രൗഡ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ വിൽ ഷോ യു സം ഇപ്പം എങ്ങനെയാണ് ബീച്ചിൻ്റെ വൈബ് എന്താണെന്ന് ഞാൻ കാണിച്ചത്. ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ബീച്ച് വൈബ് തന്നെയാണ് കേട്ടോ. ഏകദേശം ഇതുണ്ടല്ലേ, ആ കാണുന്നതാണ് ബാഗ. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന കല്ലങ്കോട്ട. അപ്പോൾ ഇത് ഷാക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം കടൽ കയറിയതുകൊണ്ട് എന്തായാലും കുറേയൊക്കെ പൊളിച്ച് ബാക്കിലോട്ട് ആക്കിയിട്ടുണ്ട്. എന്നാലും ഉണ്ട്, ഇപ്പോൾ ഏകദേശം 4 മണി ടൈം അതുകൊണ്ടായിരിക്കാം ഇത്രയും ക്രൗഡ്. 5 മണി 6 മണി 7 മണിയോടുകൂടെ ഒരു നൈറ്റ് വൈബൊക്കെ ആയി വരുമ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല ക്രൗഡ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഉണ്ട്, പിന്നെ ഇതുണ്ടല്ലേ അത്യാവശ്യം ക്രൗഡൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരുപാട് ഫോറിൻസ്, നീഗ്രോസ്, നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഒരുപാടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. ഗെയ്സ് വെള്ളത്തിലുള്ള എല്ലാത്തിനെയും പൊക്കി കരയിലോട്ട് കയറ്റുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, കണ്ടില്ലേ, കടലെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ക്രൈസാണ്, അന്നും ഇന്നും എന്നും. ഇപ്പൊ വെള്ളത്തിൽ വന്നിറങ്ങുന്നവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നീ ആരാടാന്നുള്ള മൈൻഡിൽ കിടക്കുന്നുണ്ടല്ലേ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ കടൽ അത്യാവശ്യം നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കൂടുതലായിട്ടാണ്. ഈ ഒരു സമയത്ത് ഏതെങ്കിലും ഒക്കെ പറഞ്ഞാൽ ഗോവയും കൂടെ ആയതുകൊണ്ട് അടിച്ച് വെള്ളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് എല്ലാത്തിനും ഈ ടൈമിൽ കയറ്റുന്നത്. നോർമൽ ഒരു ടൈമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും വെള്ളത്തിൽ എത്ര വേണേലും നമുക്ക് ഇറങ്ങാൻ കളിക്കാം. കാരണം ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ ഇറങ്ങാനും കടലിൽ കളിക്കാനും പറ്റിയ ഒരു സ്ഥലമാണ് കല്ലങ്കോട്ട് ബീച്ച്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയും ആ ഒരു കടലിൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എന്തായാലും അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് മാക്സിമം എന്നാലും ഇതുണ്ടല്ലേ, വണ്ടി പോയി കഴിയുമ്പോൾ അടുത്ത ചാടും, പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പം മലയാളീസ് ആണേലും ഏതാൾക്കാരാണേലും. അപ്പോൾ ഈ കൂടി നിൽക്കുന്ന വെള്ള ടീഷർട്ട് സ്വിഗ്ഗിയോ അല്ലെങ്കിൽ സൊമാറ്റോ ഒന്നും അല്ല, ഇത് ഇവിടുത്തെ ഒരു ഫോട്ടോഗ്രാഫേഴ്സാണ്. കാരണം നമ്മൾ ബീച്ച് സൈഡ് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഒരു ഫോട്ടോക്ക് ഏകദേശം ഒരു 500, ഒരു ഫോട്ടോക്ക് അല്ലെങ്കിൽ ഒരു 3-4 ഫോട്ടോ എടുത്തു കൊടുക്കുന്നതിന് നല്ല വരുമാനമുള്ള ജോബാട്ടോ. കാരണം എത്ര വേണേലും ഫോട്ടോ അവർ എടുത്തു തരും, അതിനൊന്നും കുഴപ്പമില്ല. കണ്ടില്ല, നമ്മുടെ നാട്ടിലൊക്കെ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓടുന്ന പോലെ അവിടെ നിന്ന് ഒരു മച്ചൻ ഗ്ലാസ്സൊക്കെ വെച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ മെയിൻ പരിപാടി ഇവിടെ വരുന്ന ഗസ്റ്റിൻ്റെ കയ്യിൽ ഫോട്ടോസ് എടുക്കുക എന്നുള്ളത്. അത്യാവശ്യം നല്ല വരുമാനമാണ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, എല്ലായിടത്തും ഉണ്ട്. ഇത് ഇവിടെ മാത്രം, കല്ലങ്കോട്ട് മാത്രമല്ല, ഓൾമോസ്റ്റ് ഗോവ എന്നുള്ള എല്ലാ ബീച്ചിൽ പോയാലും എന്തായാലും നമുക്ക് കാണാൻ പറ്റും. അവിടെ എല്ലായിടത്തും ഇതേപോലെ ഓരോ യൂണിഫോം ഇട്ട് അതൊരു ടീമാണ്. അപ്പോൾ അവരെന്ന് പറയുമ്പോൾ അവരുടെ ഒരു ജോബായിട്ടാണ് അവർ അത് കൊണ്ടു നടക്കുന്നത്. എന്തല്ലേ, നമ്മുടെ നാട്ടിലുണ്ട്, മൂന്നാർ പോകുന്ന വഴിക്കുണ്ട്, ഇടുക്കിയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ കൂടുതൽ ക്രൗഡ് ടൂറിസ്റ്റ് ഏരിയയിൽ ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എനിക്കൊന്നും ബാക്കിയുള്ള സ്ഥലത്ത് വെച്ച് ഏറ്റവും കൂടുതൽ ഇവിടെ ആയിരിക്കും. കാരണം ഇവിടെ വന്നൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു DSLR-ൽ ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി പിക്ചർ എടുക്കുക എന്നുള്ള മെൻറ്റാലിറ്റിയിലായിരിക്കും നിൽക്കുക. അപ്പോൾ ഇത് ഇവിടെ അത്യാവശ്യം ബെനിഫിറ്റ് ആണ് മറ്റുള്ള വെച്ച് നോക്കാനാണ്. കാണുന്ന ഷാക്ക് കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഇത്രയൊന്നും അല്ല. ഇതിപ്പോൾ ശരിക്കും മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ശരിക്കും ബാക്കിലോട്ട് പോയി. ഓൾമോസ്റ്റ് ഷാക്ക് കാര്യങ്ങളൊക്കെ പൊളിച്ച്. പക്ഷേ
സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഓടി വരുന്ന ഇവിടം വരെ ആയിരുന്നു നോർമലി ഷാക്ക് കാര്യങ്ങളൊക്കെ കിടന്നിരുന്നത്. ഇപ്പോൾ അത് നേരെ മഴയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നേരെ അതെല്ലാം പൊളിച്ച് ഇപ്പോൾ ഇവിടം വരെ ആയി. പക്ഷെ എന്നാലും കുറച്ചിരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റാണ്. പിന്നെ നൈറ്റ് ആയി കഴിയുമ്പോഴേ കുറച്ചുകൂടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ച് വൈബാകത്തുള്ളൂ. നമ്മുടെ നേരെ ബീച്ചിൻ്റെ അങ്ങോട്ടൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ എന്തായാലും ഉള്ളിലോട്ടൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്റ്റോറൻറ്റ് കഫേ കാര്യങ്ങളൊക്കെ എന്തായാലും കാണാം നമുക്ക് കേട്ടോ. ഗെയ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. വളരെ ആയിട്ടുള്ളെങ്കിലും സത്യം പറഞ്ഞാൽ നല്ല വെയിലാണ് ഗെയ്സ്, ഒന്നും പറയില്ല, അമ്മാതിരി വെയിലാണ്. കാരണം മഴ വരുമ്പോൾ നമ്മൾ ഓർക്കും മഴ മതിയായിരിക്കും, വെയിൽ വരുമ്പോൾ ഓർക്കും അല്ല മഴ വരുമ്പോൾ ഓർക്കും നമുക്ക് വെയിൽ മതിയായിരിക്കും എന്ന് വിചാരിച്ചു, വെയിൽ വരുമ്പോൾ ഓർക്കും മഴ മതിയായിരിക്കും. കാരണം അത്രക്ക് എന്താ പറയുക ചൂടാണ് ഗെയ്സ്. അതിനിടക്ക് ബ്ലാക്കും, ഒന്നും പറയില്ല ഗെയ്സ്. അപ്പോൾ ഇതുണ്ടല്ലേ നമ്മൾ ലൈക്ക് ഇതാണ് ആക്ച്വലി കല്ലങ്കോട് മാർക്കറ്റ് എന്ന് പറയുന്ന മാർക്കറ്റിൻ്റെ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ എന്താ പറയുക ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടി ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഇവിടെ പാർക്കിങ്. കാരണം എല്ലാ ബീച്ചിൻ്റെ അടുത്തും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും നമുക്ക് പാർക്കിംഗ് അവൈലബിളാണ്. അപ്പോൾ അത് ഗൈസ്, അപ്പോൾ ഗോവയിൽ വരുന്നവർ മസ്റ്റായിട്ട് പാർക്കിങ്ങിൽ തന്നെ കൊണ്ട് വണ്ടി വെക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർ വന്ന് തൂത്തുവാരിക്കൊണ്ട് പോകും. പിന്നെ അത് ഫൈൻ അടിക്കാനും പിന്നെ അത് ഇറക്കാനും എങ്ങനെ കളിച്ചാലും ഒരു 1000-2000 കൊടുക്കേണ്ടി വരും. പിന്നെ പാർക്കിംഗ് ഫീ ബീച്ച് സൈഡ് എങ്ങനെ കളിച്ചാലും ഒരു 50-100 അപ്പോൾ ആ ഒരു റേഞ്ചിലായിരിക്കും പാർക്കിംഗ് ഫീ വരുന്നത്. ബാക്കി എല്ലായിടത്തും എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. ഇതുണ്ടല്ലേ ഇരിക്കുന്ന ഫുള്ള് പാർക്കിംഗ്.